എലിഫന്റ് ഫർണിച്ചർ തട്ടിപ്പിൽ പുതിയ വെളിപ്പെടുത്തലുമായി ആരോപണ വിധേയയായ യുവതി. മുനവിറ എന്ന മലപ്പുറം സ്വദേശിയുടെ വീഡിയോകൾ കണ്ടാണ് എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റിൽ കൂടുതൽ പേരും പണം നിക്ഷേപിച്ചത്. എന്നാൽ താനും പറ്റിക്കപ്പെട്ടെന്നും 8 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നും മുനവിറ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മലപ്പുറം സൈബർ പോലീസിൽ താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു വീഡിയോ ചെയ്യിച്ചതെന്നും മുനവിറ പറഞ്ഞു. 4 മാസം മുൻപ് എലിഫന്റ് ഫർണിച്ചറിനെ കുറിച്ച് മുനവിറ ചെയ്ത വീഡിയോ ഇങ്ങനെ. ഹായ് ഓൾ, എലിഫന്റ് ഫർണിച്ചറിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 4.5 മാസമായി. ഇന്ന് എനിക്ക് ഡെയിലി 1 lakh എബോ വരുമാനം ലഭിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത് ലക്ഷറി ഫർണിച്ചറുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. എനിക്ക് ഓരോ ലക്ഷറി ഫർണിച്ചറുകളും 2 വീതമൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്ന് എന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാരണമായി. ഇതിന് എന്നെ ഗൈഡ് ചെയ്തതിന് തനു മാമിന്റെ അടുത്ത് താങ്ക് യു പറയുന്നു. Thank you for this wonderful opportunity. Thank you, Elephant Furniture. പലരും ഈ വീഡിയോ കണ്ട് തട്ടിപ്പ് സംഘങ്ങൾക്ക് പണം നൽകി. ഒടുവിൽ കോടികളുമായി തട്ടിപ്പ് സംഘം മുങ്ങി. ഇതോടെ വീഡിയോ ചെയ്ത മുനവിറയ്ക്കെതിരെയായി പരാതി. ഇവരെ വീഡിയോസ് കാരണമാണ് നമ്മൾ കൂടുതലും ഇതിലോട്ട് അട്രാക്റ്റ് ആയത്. ഒരു ലേഡി, നമ്മളൊരു മലയാളി ഇതിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ തട്ടിപ്പല്ല, നമുക്ക് വിശ്വസിച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് ഇവരെ പല വീഡിയോസും പല വോയിസുകളും കേട്ടു. അതിലൂടെയാണ് നമ്മൾ ഇതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ലേഡിക്ക് ഇതിലെന്താണ് ഇൻവോൾവ്, നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ റോള്? എന്നാൽ താനും ഇരയാണെന്നും ലക്ഷങ്ങളൊന്നും തനിക്ക് കിട്ടിയിട്ടില്ലെന്നുമാണ് മുനവിറ പറയുന്നത്. ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് വീഡിയോ ചെയ്യിപ്പിച്ചത്. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റുകാർ തന്നെയും 8 ലക്ഷം രൂപ പറ്റിച്ചു. എലിഫന്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ തട്ടിപ്പിന് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. ജോലി വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു അവരെന്നെ സമീപിക്കുകയും ഞാൻ അതിൽ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനത് തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലായ ഉടനെ തന്നെ ഞാനത് സൈബർ സെല്ലിലും SP ഓഫീസിലൊക്കെ പോയിട്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതി സ്വീകരിച്ചതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളാണ്. ഞാൻ ഓൺലൈനായിട്ട് തന്നെ തട്ടിപ്പിന് ഇരയായി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയും കൊടുത്തതിൻ്റെ. തട്ടിപ്പ് സംഘവുമായി നടത്തിയ ചാറ്റും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഉൾപ്പെടെ തെളിവായി പോലീസിന് കൈമാറി. മലപ്പുറം സൈബർ പോലീസ് ഇത് അന്വേഷിച്ചു വരികയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.